ഇന്ന് നമ്മളൊരു കോട്ടൺ ഏലൈൻ കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് 2.5 മീറ്റർ കോട്ടൺ മെറ്റീരിയൽ, 2 മീറ്റർ കോട്ടൺ തന്നെ ലൈനിങ് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റാണ് നമ്മുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ 6.5 ഇഞ്ചാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്ത് ആ സെയിം തന്നെ ആം ഹോളിലേക്ക് മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെയിം പോയിന്റിൽ തന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 36 ഇഞ്ചാണ് ടോട്ടൽ സൈസ് വരുന്നത്. അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ചെസ്റ്റിൽ മാർക്ക് ചെയ്യേണ്ട 9 ഇഞ്ചാണ്. അതേ പ്ലസ് 2.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആം ഹോൾ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് മാർക്ക് ചെയ്യുന്നതിനായിട്ട് 1 ഇഞ്ച് കോർണർ പോർഷനിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷേപ്പ് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 14 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അവിടെ നമ്മുടെ വിട്ട് എത്രയാണോ വരുന്നത് അത് പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 8 ഇഞ്ച് പ്ലസ് 2.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്ത 2 പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുക. എയർലൈൻ കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ലിറ്റ് പോയിൻറ്റ്സ് ഒന്നും മാർക്ക് ചെയ്യേണ്ട. സ്ട്രെയിറ്റ് ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ടോട്ടൽ നമുക്ക് കുർത്തിക്ക് എന്തെങ്കിലും വിരിവ് വേണോ ആ വിരിവ് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ലെങ്തിൽ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ആ ടോട്ടൽ ലെങ്തിലെ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് ക്ലോത്ത് നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടുമ്പോൾ അവിടെ ഒരു ഫോൾഡഡ് സൈഡ് ഉണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് നിവർത്തിയിടുക. അതിനുശേഷം അത് 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. നമുക്ക് 2.5 മീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫോൾഡഡ് സൈഡിൽ കുറച്ച് പോർഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൈക്ക് നമുക്ക് കട്ടിങ് ഇല്ലാണ്ട് ഒരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ആ ക്ലോത്തിന്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വേണ്ടുന്ന ഇഞ്ച് വന്നിട്ട് 44 ആണ്. അപ്പോൾ അതിൽ നിന്നൊരു 4 ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് താഴെ നമ്മളൊരു ഫ്രില്ല് വെക്കാനായിട്ടാണ്. അപ്പം 40 ഇഞ്ചിൽ ലെങ്ത് മെഷർ ചെയ്തിട്ട് ബാക്കി ആ ഫോൾഡഡ് സൈഡ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ലൈനിങ് പീസ് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ആ ലൈൻസ് ലൈനിങ് ക്ലോത്തിൻ്റെ മാർക്കിംഗ് കറക്റ്റായിട്ട് മെയിൻ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൽ നിന്ന് നമുക്ക് സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് തന്നെ വയ്ക്കുക. അതിനുശേഷം ഷോൾഡർ ലെങ്തിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് നമ്മളൊരു 5.5 ഇഞ്ചാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആ 5.5 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതൊരു ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് നെക്കിൽ നമ്മളൊരു ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. ബാക്ക് നെക്ക് അതുകൊണ്ട് കുറച്ചൊന്ന് ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ക്യാൻവാസ് ഒന്നും വെച്ച് അത് സ്റ്റിച്ച് ചെയ്യേണ്ട നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡറിൽ നിന്ന് നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് ഇവിടെ ഒരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഒരു ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക.